നമസ്കാരം. യൂട്യൂബിന്റെ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയയിൽ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. നിങ്ങൾ യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടാക്കി അത് മോണിറ്റൈസ് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ പുതുതായിട്ട് ക്രൈറ്റീരിയയിൽ വന്ന മാറ്റം എന്താണെന്ന് മനസ്സിലാക്കണം. ആ മാറ്റത്തിനനുസരിച്ച് നിങ്ങൾ യൂട്യൂബ് ചാനൽ മോണിറ്റൈസേഷന് വേണ്ടി റെഡിയാക്കുക. അപ്പോൾ എന്താണ് മാറ്റം എന്നുള്ളത് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞുതരാം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കണ്ട് യൂസ്ഫുൾ ആവുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് കൂടെ ചെയ്തേക്കുക. ഞാൻ ഇവിടെ യൂട്യൂബിന്റെ ഒഫീഷ്യൽ ഹെൽപ്പ് സെന്ററിന്റെ വെബ് പേജ് ഓപ്പൺ ആക്കിയിരിക്കുകയാണ്. ഇവിടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്താണെന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. 1000 സബ്സ്ക്രൈബേഴ്സും 4000 അവേഴ്സിന്റെ പബ്ലിക് വാച്ച് അവർ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ലാസ്റ്റ് 365 ഡേയ്സിൽ ഈ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് മോണിറ്റൈസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നിങ്ങൾ ഷോർട്ട് വീഡിയോസ് ആണ് അപ്ലോഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് 90 ഡേയ്സിൽ 10 മില്യൺ വ്യൂസ് ഉണ്ടെങ്കിൽ അതിനോടൊപ്പം തന്നെ 1000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ചാനൽ മോണിറ്റൈസ് ചെയ്യാൻ പറ്റും. ഇത്രയും കാര്യങ്ങളാണ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ. ഈ ബേസിക് ആയിട്ടുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയയിൽ ഒരു രീതിയിലുള്ള മാറ്റവും വന്നിട്ടില്ല. പക്ഷേ ഇവിടെ ചില കാര്യങ്ങൾ യൂട്യൂബ് ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് പറയാം. അതിന് മുമ്പായിട്ട് എന്തൊക്കെയാണ് ടോട്ടലി മൊത്തത്തിൽ എന്തൊക്കെ ക്രൈറ്റീരിയയിൽ അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാര്യം, യൂട്യൂബിന് പാർട്ണർ പ്രോഗ്രാം അവൈലബിൾ ആയിട്ടുള്ള കൺട്രിയിൽ നിന്നായിരിക്കണം നമ്മൾ യൂട്യൂബ് മോണിറ്റൈസേഷന് വേണ്ടി അപ്ലൈ ചെയ്യുന്നത്. അതായത് ഇന്ത്യയൊക്കെ അവൈലബിൾ കൺട്രിയാണ്, നമുക്ക് ഇവിടെ യൂട്യൂബ് മോണിറ്റൈസ് ചെയ്യാനായിട്ട് സാധിക്കും. ആക്റ്റീവ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്ട്രൈക്കുകൾ ഉണ്ടാകാനായിട്ട് പാടില്ല. കോപ്പിറൈറ്റ് സ്ട്രൈക്ക് ഉണ്ടെങ്കിലും കുഴപ്പമില്ല, നമുക്ക് മോണിറ്റൈസേഷന് വേണ്ടി അപ്ലൈ ചെയ്യാം. പക്ഷേ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്ട്രൈക്കുകൾ ഉണ്ടാകാനായിട്ട് പാടില്ല. പിന്നെ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ നമ്മുടെ ചാനലിൽ എനേബിൾ ആയിരിക്കണം. അടുത്തായിട്ട് യൂട്യൂബ് ഇവിടെ പുതുതായിട്ട് ആഡ് ചെയ്തിരിക്കുന്ന ക്രൈറ്റീരിയയിൽ പറഞ്ഞിരിക്കുന്നത് ഹാവ് അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് ആക്സസ് ഓൺ യൂട്യൂബ്. അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സിന്റെ ആക്സസ് യൂട്യൂബിൽ എനേബിൾ ആയിരിക്കണമെന്നാണ്. നമുക്ക് അതിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം എന്താണ് ഈ അഡ്വാൻസ്ഡ് ഫീച്ചർ എന്ന്. അഡ്വാൻസ്ഡ് ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 3 കാര്യങ്ങളാണുള്ളത്. സ്റ്റാൻഡേർഡ് ഫീച്ചേഴ്സ്, ഇന്റർമീഡിയറ്റ് ഫീച്ചേഴ്സ്, അഡ്വാൻസ്ഡ് ഫീച്ചർ. ഈ 3 നമ്മൾ എനേബിൾ ആയിരിക്കണം. ആദ്യത്തെ 1ഉം 2ഉം ഫീച്ചേഴ്സ് എനേബിൾ ആയെങ്കിലേ നമുക്ക് മൂന്നാമത്തെ അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സിലേക്ക് വരാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ അഡ്വാൻസ്ഡ് ഫീച്ചർ എവിടെ നിന്നാണ് എനേബിൾ ചെയ്യുന്നത്, എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് കാണിച്ചു തരാം. അതിനായിട്ട് ക്രിയേറ്റ് സ്റ്റുഡിയോ ഓപ്പൺ ആക്കുക. അതിനുശേഷം സെറ്റിംഗ്സ് ഓപ്പൺ ആക്കി ചാനൽ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഫീച്ചർ എലിജിബിലിറ്റിയിൽ വരിക. ഫീച്ചർ എലിജിബിലിറ്റിയിലാണ് ഈ 3 ഓപ്ഷൻസും നൽകിയിട്ടുള്ളത്. സ്റ്റാൻഡേർഡ് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി എന്റെ ചാനൽ ഇത് എനേബിൾ ആണ്. ഇവിടെ നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാനും പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനും കളക്ഷൻസ് ക്രിയേറ്റ് ചെയ്യാനും പുതിയ വീഡിയോകൾ പ്ലേലിസ്റ്റിൽ ആഡ് ചെയ്യാനും ഒക്കെ ആയിട്ട് സ്റ്റാൻഡേർഡ് ഫീച്ചേഴ്സ് നമ്മൾ എനേബിൾ ചെയ്തിരിക്കണം. സ്റ്റാൻഡേർഡ് ഫീച്ചർ എനേബിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്ട്രൈക്കുകളൊന്നും ഉണ്ടാകാൻ പാടില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് ഈ ഒരു സ്റ്റാൻഡേർഡ് ഫീച്ചർ എനേബിൾ ചെയ്യാനായിട്ട് സാധിക്കും. ഇനിയും ഇന്റർമീഡിയറ്റ് ഫീച്ചറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15 മിനിറ്റ് കൂടുതലുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കും, ലൈവ് സ്ട്രീം ചെയ്യാൻ സാധിക്കും, കസ്റ്റം തംബ്നെയിൽസ് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് ചെയ്യാനായിട്ട് നമുക്ക് 2 കാര്യങ്ങൾ ചെയ്യും. റിക്വയർമെന്റ്സ് പറഞ്ഞിരിക്കുന്നത് സ്റ്റാൻഡേർഡ് ഫീച്ചർ എനേബിൾ ആയിരിക്കണം. അതായത് ആദ്യത്തെ ഫീച്ചർ നമ്മൾ എനേബിൾ ചെയ്തിരിക്കണം. രണ്ടാമത്തത് വെരിഫൈ ഫോൺ നമ്പർ. അതായത് ഇവിടെ നമ്മൾ ഫോൺ നമ്പർ വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇന്റർമീഡിയറ്റ് ഫീച്ചറും എനേബിൾ ചെയ്യാൻ പറ്റും. അപ്പം യൂട്യൂബിന്റെ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയയിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ഈ 3ാമത്തെ കാര്യമാണ്, അഡ്വാൻസ്ഡ് ഫീച്ചറാണ്. അഡ്വാൻസ്ഡ് ഫീച്ചറിലേക്ക് വരുമ്പോൾ നമുക്ക് ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കി കഴിഞ്ഞാൽ അപ്പീൽ, കണ്ടന്റ് ഐഡി ക്ലെയിം, ക്രിയേറ്റ് മോർ ലൈവ് സ്ട്രീം ഡെയിലി, അപ്ലോഡ് മോർ വീഡിയോസ് ഡെയിലി, ക്രിയേറ്റ് മോർ ഷോർട്സ് ഡെയിലി, എംബഡഡ് ലൈവ് സ്ട്രീംസ്, എക്സ്റ്റേണൽ ലിങ്ക് ഇൻ ദ വീഡിയോ ഡിസ്ക്രിപ്ഷൻ, ടെക്സ്റ്റ് ആൻഡ് കമ്പയർ ഡിഫറെന്റ് തംബ്നെയിൽസ്, എലിജിബിൾ ടു അപ്ലൈ മോണിറ്റൈസേഷൻ. അതായത് ഇവിടെ ഈ ഒരു ഓപ്ഷൻ ഇല്ലായിരുന്നു, ഈ ഒരു ഓപ്ഷനോടെ ആഡ് ആയിരിക്കുകയാണ്. അതായത് മോണിറ്റൈസേഷന് നമ്മൾ ഈ ഒരു ഫീച്ചർ എനേബിൾ ചെയ്യുന്നതിലൂടെ എലിജിബിൾ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ റിക്വയർമെന്റ് എങ്ങനെയാണ് എന്ന് നോക്കാം. അതിനായിട്ട് ഇമ്മീഡിയറ്റ് ഫീച്ചർ എനേബിൾ, ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു ഫീച്ചർ വേണമെങ്കിൽ എനേബിൾ ചെയ്യാം. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ വെരിഫിക്കേഷൻ ചെയ്യാം, അല്ല എന്നുണ്ടെങ്കിൽ വാലിഡ് ഐഡി വെരിഫിക്കേഷൻ ചെയ്യാനായിട്ട് സാധിക്കും. അതല്ല നമുക്ക് വളരെ സ്ലോ ആയിട്ട് തന്നെ ഈ ഒരു ഫീച്ചർ എനേബിൾ ആയാൽ മതി എന്നുണ്ടെങ്കിൽ ഇവിടെ ചാനൽ ഹിസ്റ്ററി നോക്കിയിട്ട്, അതായത് 2 മാസം നമ്മുടെ ചാനലിൽ നമ്മൾ വീഡിയോകളൊക്കെ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു ഫീച്ചർ നമുക്ക് 2 മാസത്തിന് ശേഷം എനേബിൾ ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ നിങ്ങൾ ഒരു ചാനലൊക്കെ ഉണ്ടാക്കി പെട്ടെന്ന് നിങ്ങളുടെ വീഡിയോ വൈറലായി പെട്ടെന്ന് നിങ്ങൾക്ക് കുറേ വ്യൂസും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഫീച്ചർ എനേബിൾ ചെയ്തെങ്കിൽ ഇനി മോണിറ്റൈസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങൾക്ക് വീഡിയോ വെരിഫിക്കേഷൻ ചെയ്യുക, അല്ലെങ്കിൽ ഐഡി വെരിഫിക്കേഷൻ ചെയ്തുകൊണ്ട് മോണിറ്റൈസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം ഈ ഒരു കാര്യമാണ് നമുക്ക് ഇവിടെ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയയിൽ യൂട്യൂബ് പുതുതായിട്ട് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചാനൽ മോണിറ്റൈസ്ഡ് അല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക. പുതിയ ചാനലാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് സ്റ്റാൻഡേർഡ് ഫീച്ചേഴ്സും ഇന്റർമീഡിയറ്റ് ഫീച്ചേഴ്സും ഒക്കെ തന്നെ നമുക്ക് എനേബിൾ ആക്കണം. അതായത് മാനുവലി ഒന്ന് എനേബിൾ ആക്കേണ്ട കാര്യങ്ങളാണ്. നിങ്ങളുടെ ചാനലിൽ ഫീച്ചേഴ്സ് ഒക്കെ എനേബിൾ ആണോ എന്ന് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ യൂട്യൂബിന്റെ പഴയ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയയിൽ ഒരു രീതിയിലുള്ള മാറ്റവും വന്നിട്ടില്ല. ബേസിക് ആയിട്ടുള്ള ക്രൈറ്റീരിയ അത് തന്നെയാണ്. പക്ഷേ ഒരു കാര്യം കൂടി പുതുതായിട്ട് അഡ്വാൻസ്ഡ് ഫീച്ചർ എനേബിൾ ആയിരിക്കണം എന്നുള്ളത് യൂട്യൂബ് ഇവിടെ ആഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു കാര്യം പുതിയൊരു ഇൻഫർമേഷൻ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. ടെലഗ്രാമിൽ നിങ്ങൾ എന്നെ ചാനൽ ഫോളോ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലൂടെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം, അതിന്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങളുടെ യൂട്യൂബ് സുഹൃത്തുക്കൾക്ക് വേണ്ടിയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം പുതുതായിട്ട് ഒരുപാട് പേര് ചാനലുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അവർക്കൊക്കെ തീർച്ചയായിട്ടും ഈ ഒരു ഇൻഫർമേഷൻ യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ കരുതുന്നു. എന്തായാലും നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിർത്തിയാണ്. നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.